മിനിറ്റുകൾക്കകം ദുബൈയിൽ ഇനി വിസ പുതുക്കാം. AI സഹായത്തോടെ സലാമ പ്ലാറ്റ്ഫോമിലാണ് പുതിയ സൗകര്യം. നിലവിൽ റെസിഡൻസ് വിസക്കാർക്ക് മാത്രമാണ് സൗകര്യം ഏർപ്പെടുത്തിയത്. റമദാനെ വരവേൽക്കാനൊരുങ്ങി ദുബൈ. നഗരത്തിന്റെ 7 ഇടങ്ങളിൽ ഇഫ്താർ ബീരങ്കികൾ മുഴങ്ങും. എക്സ്പോ സിറ്റി, ബുർജ് ഖലീഫ, ഫെസ്റ്റിവൽ സിറ്റി, അപ് ടൗൺ, മദീനത്ത് ജുമൈറ, ദമാക് ഹിൽസ്, ഹത്ത ഗസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിലാണ് പീരങ്കികൾ മുഴങ്ങുക. റമദാനിൽ പണമടച്ചുള്ള പാർക്കിംഗ് സമയം ദീർഘിപ്പിച്ച് ഷാർജ. രാവിലെ 8 മുതൽ രാത്രി 12 വരെ പണമടച്ച് മാത്രം പാർക്കിംഗ് സ്ഥലങ്ങളുടെ മുൻകൂർ ബുക്കിംഗ്, പണമടക്കൽ എന്നിവയ്ക്കായി പാർക്കിംഗ് കമ്പനി സ്വന്തം ആപ്പ് പുറത്തിറക്കി. RTA ആപ്പിന് പകരമായാണ് കമ്പനിയുടെ സ്വന്തം ആപ്പ് ഇറക്കിയിരിക്കുന്നത്. ദുബൈയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അമാന എന്ന പേരിൽ പുതിയ പ്ലാറ്റ്ഫോം ആരംഭിച്ച് ദുബൈ മുനിസിപ്പാലിറ്റി. കളഞ്ഞുപോയ 2.6 കോടി ദിർഹമിന്റെ വസ്തുക്കൾ തിരികെ നൽകി ദുബൈ പോലീസ്. കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് പോലീസ് പുറത്തുവിട്ടത്.